ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള കേസാണ് നമുക്ക് ഭക്ഷണമാലിന്യ സംസ്കരണം. അത് നമ്മുടെ വീടുകളിലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കമേഴ്ഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കെട്ടിടങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വാടകയ്ക്ക് മറ്റുള്ള കൊടുക്കുന്ന പിന്നെ അപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ റെൻറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളിലാവട്ടെ, ഇതിലൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടായിട്ട് വരണ്ട. കാരണം നമുക്ക് നിലവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ പല ഭാഗത്തുനിന്ന് കേൾക്കുന്നത് നമുക്ക് പിന്നെ അതിനെ കമ്പോസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ബയോഗ്യാസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരാറ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പിന്നെ അതിൽ വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് പിന്നെ വൺസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു റീഇൻവെസ്റ്റ്മെൻറ്റ് വരാത്ത, മെയിൻ്റനൻസ് കോസ്റ്റ് വരാത്ത, അതുപോലെ ഇനോക്കുലം പോലുള്ള സാധനങ്ങളൊന്നും രണ്ടാമതൊന്ന് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാത്ത, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിക്കൊരു പിന്നെ സ്മെല്ല്, അതുപോലെ കൊതുകിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള മണവും കാര്യങ്ങളൊന്നും വരാത്ത, ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യമില്ലാത്ത, വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണെങ്കിൽ പോലും അവിടുത്തെ വാടകക്കാർക്ക് ഒറ്റ ഒരു ദിവസം നമുക്ക് പറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ വർഷങ്ങളോളം അവർക്ക് ആ പിന്നെ പ്രോസസ്സ് ഒരു ബുദ്ധിമുട്ടില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അനേറോബിക് ആയിട്ടുള്ള, അഥവാ നമുക്ക് പിന്നെ ഓക്സിജൻ വേണ്ടാതെ പ്രവർത്തിക്കുന്ന, നമ്മളിപ്പോൾ ടാങ്കൊക്കെ പോലെ ഓക്സിജൻ വേണ്ടാതെ പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബയോഗ്യാസിൻ്റെ ഒക്കെ അൾട്ടർനേറ്റീവ് പോലെ പറയാൻ പറ്റുന്ന പിന്നെ ഒരു പോലെ പ്രവർത്തിക്കുന്ന ഒരു നമ്മൾ പിന്നെ ബെറ്റ് ആൻഡ് വിറോകെയറിൻ്റെ ഒരു ഓൺ പ്രൊഡക്റ്റാണ് ബെറ്റ് ബയോഡൈജസ്റ്റർ എന്ന് പറയും. അതിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഇന്ന് ഞങ്ങൾ ഉള്ളത് നമ്മുടെ പെരിന്തൽമണ്ണക്കടുത്ത് പട്ടിക്കാട് ഒരു കമേഴ്ഷ്യൽ സൈറ്റിലാണ്. ഇവിടെ ആക്ച്വലി പിന്നെ കുറച്ച് ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധിച്ചാൽ വളരെ പരിമിതമായ സ്ഥലത്തും ആണ് നമ്മളിത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് അഥവാ വേസ്റ്റ് കൊണ്ടിടാൻ ഇതൊക്കെ സർക്കാരിൻ്റെ തോടും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലോ പിന്നെ താമസക്കാർക്ക് പലപ്പോഴും ഈ ഒരു പ്രോബ്ലം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിന്നെ ഇത് ഞങ്ങൾ ആക്ച്വലി 2017 മുതൽ ആയിരക്കണക്കോളം പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ചെറിയൊരു മോഡലാണ് നിങ്ങൾക്കിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഭക്ഷണമാലിന്യം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റ്, അത് ഓർഗാനിക് വേസ്റ്റ് നമ്മളെന്ത് ചെയ്യുന്നു, അതിൻ്റെ പിന്നെ ഇപ്പോൾ ബയോഗ്യാസിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇടാം. ബയോഗ്യാസിൽ ആഡ് ചെയ്യുന്ന പോലെ തന്നെ അത്ര തന്നെ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1:1 അല്ലെങ്കിൽ 1 എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, കാരണം ബയോഗ്യാസ് ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് വരുന്നത്. ഇതിൽ പക്ഷേ ഇനോക്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓവറായിട്ട് നമ്മൾ ഗ്യാസ് ഫോക്കസ് ചെയ്യുന്നില്ല. ബയോഗ്യാസ് പോലുള്ള ഒരു ഗ്യാസ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ വേറൊരു ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബയോളജിക്കൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. അതിന് ഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യാണ്, പിന്നെ അതിലുള്ള ഗ്യാസുകളൊക്കെ അങ്ങനെ അതിനൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അതിലുള്ളൊരു സിസ്റ്റം നമ്മൾ അതിൻ്റെ അകത്ത് നമുക്കൊരു പാറ്റൻറ്റ് പെൻഡിങ് ഉള്ള ഒരു മോഡലാണത്. പിന്നെ ഇതിൽ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടെ എന്ത് ചെയ്യുന്നു, അതിലൂടെ ഈ പിന്നെ ഒരിക്കലും അതിപ്പോൾ മഴക്കാലമാവട്ടെ വേനൽക്കാലമാവട്ടെ അല്ലെങ്കിൽ വേസ്റ്റ് കുറഞ്ഞാലോ കൂടിയാലോ ഒന്നും ഒരിക്കലും ഇവിടെ എങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നോ അതിനോട് ബന്ധപ്പെട്ട ഒരു സ്മെല്ലോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവില്ല. കൊതുകിൻ്റെ പ്രശ്നം, അതുപോലെയുള്ള മറ്റ് ജീവജാലങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ വൃത്തികേടായി കിടക്കും, ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മൾ മെറ്റീരിയൽ ചെയ്യുന്നത് LLDPൻ്റെ ടാങ്ക് തന്നെ, പക്ഷേ ഹെവി ആയിട്ട് നമുക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ലോഡ് കൂടിയിട്ടുള്ള ടാങ്കുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതോടുകൂടെ തന്നെ ഇതിൽ നമ്മൾ ബയോഗ്യാസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിലൊരു സ്ലറി വരുന്നുണ്ട്. ആ സ്ലറി പലപ്പോഴും എന്ത് ചെയ്യാണ്, പിന്നെ നമുക്ക് ഭയങ്കര ആക്ച്വലി നമ്മൾ ജൈവ കീടനാശിനിയായിട്ട് ജൈവ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ പുറത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മളൊരു സിസ്റ്റം അതിന് സ്ലറി ലെയർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നുകിൽ എന്ത് ചെയ്യാം, നമ്മൾ പ്രത്യേകം പിന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ലറി പിന്നെ നമുക്ക് പൈപ്പിലൂടെ എടുക്കാനും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം അവർ നിർദ്ദേശിക്കുന്ന ഇടങ്ങളിലോട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. അതോടുകൂടെ തന്നെ പലപ്പോഴും ബയോഗ്യാസിന് മറ്റുള്ളൊക്കെ വരുന്ന പിന്നെ ഒരു പ്രശ്നമാണ്, വൺസ് അത് ഇൻ കേസ് എന്തെങ്കിലും ബ്ലോക്കോ കംപ്ലൈൻറ്റോ ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ പിന്നെ സ്ലറിയൊക്കെ സക്ക് ചെയ്തെടുത്ത് വേസ്റ്റൊക്കെ സക്ക് ചെയ്തെടുത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിന് വേണ്ടി നമ്മൾ പിന്നെ വാൾവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും ട്രെയിൻ ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനും, അതോടുകൂടെ തന്നെ പിന്നെ ഇതിനോട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വേണമെങ്കിൽ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാനും മറ്റുള്ളതൊക്കെ ഇത് പറ്റും. കാരണം ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആക്ച്വലി ഒരു ബയോടെക്നോളജി പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ യൂസർ ഫ്രണ്ട്ലിനെസ്സാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളതിലോട് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്കിതിൽ കൊതുകില്ലാത്ത
മണമില്ലാത്ത, മെയിൻ്റനൻസ് ഇല്ലാത്ത എന്നാണ് പറയുന്നത്. മെയിൻ്റനൻസ് തീരെ നമുക്ക് വരുന്നില്ല. പിന്നെ അതോടുകൂടെ തന്നെ ഒരു റണ്ണിങ് കോസ്റ്റ് ഇല്ലാത്ത ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ്റെ ഒരു ഹെൽപ്പറുടെ ആവശ്യമില്ലാതെ ഏത് സാധാരണക്കാർക്കും ഒരു ജസ്റ്റ് അത് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം വിത്തൗട്ട് എനി സിംഗിൾ റണ്ണിങ് കോസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതിൽ പല മോഡലുകൾ നമ്മൾ ടാങ്കിൻ്റെ നമ്മൾ കോസ്റ്റ് എഫക്റ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാട്ടർ ടാങ്കിൻ്റെ മോഡുകൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ സിസ്റ്റത്തിന് നമ്മൾ 2 വർഷം ഓൺ സൈറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആൾറെഡി ഒരു 1000-ഓളം പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ കോഴിക്കോട്, പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം, എറണാകുളം ജില്ലകളിലൊക്കെ ആയിട്ട് ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം പ്രോഡക്ട്സ് അഥവാ തലവേദന ഇല്ലാത്ത ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങളൊരു സ്വപ്നമാണോ? തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ മലപ്പുറം ബെറ്റ് ആൻഡ് ബിറോ കെയർ. ഞങ്ങളുടെ തീം സൊല്യൂഷൻ ഇല്ലാത്ത പൊല്യൂഷൻ ഇല്ല. സിംപ്ലി നോ പൊല്യൂഷൻ വിതൗട്ട് എ സൊല്യൂഷൻ. ഫിക്സ് എ ബെറ്റ്. താങ്ക് യു.